ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ഒരു ഫേസ് പാക്ക് അല്ല, 2 ഫേസ് പാക്ക് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിൽ കിട്ടുന്ന വലിയ വിലയുള്ള വൈറ്റനിങ് ക്രീമുകളോ അല്ലെങ്കിൽ പാർലറിൽ പോയിട്ടുള്ള ഫേഷ്യലുകളോ ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഒരേ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ബെറ്റർ ആക്കാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ സ്കിൻ കളർ ബെറ്റർ ആക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല, നമ്മുടെ റാഗിയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 സ്പൂൺ റാഗിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ റാഗിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർമ്മത്തിലെ കറുത്ത പാടൊക്കെ പോകാനും അതുപോലെ സൺ ടാനൊക്കെ മാറ്റി ഫേസിന് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ടും പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ്. നമ്മുടെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് കേട്ടോ. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണിത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ പച്ചപ്പാലാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് അതേപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്കൊക്കെ നമുക്ക് ഈ പച്ചപ്പാൽ ഉപയോഗിക്കാം. വരണ്ട ചർമ്മമുള്ളവർക്ക് പാടയോടുകൂടിയ പാൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ആ രീതിയിൽ നമ്മൾ ഈ ഒരു റാഗി പൗഡർ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിവിടെ 1 സ്പൂൺ റാഗി പൗഡറും അത് മിക്സ് ചെയ്യാനുള്ള പാലുമാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതിൽ അലോവേര ജെല്ല് കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം. അലോവേര ജെല്ല് കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. മുഖത്തെ കുഴികളൊക്കെ ഉണ്ടേ അതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. ചെറിയ ചെറിയ കുഴികളാണെങ്കിൽ മിക്കവരുടെയും ഫേസിൽ കാണാറുണ്ട്. നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ അത് അറിയത്തില്ലെന്നേ ഉള്ളൂ. ആ ചെറിയ പോർഷനെയൊക്കെ ആണെങ്കിലും അതൊന്ന് ചെറുതാക്കാനും അതേപോലെ തന്നെ നല്ലൊരു ടൈറ്റ്നസ് ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടാനും ഒക്കെ അലോവേര ജെല്ല് നമ്മൾ പാക്കുകളിൽ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിവിടെ മാമ എർത്തിൻ്റെ അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. അലോവേരയും ടെർമറിക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനുള്ള ജെല്ലാണ്. ഏതെങ്കിലും ജെല്ല് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി പാല് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ ഒന്ന് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം സാധാരണ പോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ളൊരു പാക്കാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകമായിട്ട് ഓയിലി സ്കിന്നുകാർക്ക് ഇത് നല്ല റിസൾട്ടുള്ള പാക്കാണ് കേട്ടോ. അപ്പോൾ റാഗിയുടെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. അപ്പോൾ അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ ഇത് നമ്മൾ 1/2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. നമ്മളിവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് തൈര് ഉപയോഗിക്കാമോ എന്നുള്ളത്. തൈര് വളരെ ബെസ്റ്റാണ്. പക്ഷേ പാടമാറ്റിയ പാൽ ഉപയോഗിച്ചിട്ടുള്ള തൈര് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓയിലി സ്കിന്നുകാർക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ കേട്ടോ. അപ്പോൾ റോസ് വാട്ടർ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ടുള്ളൊരു പാക്ക് തന്നെയാണ് നമ്മൾ കാണിച്ച 2 പാക്കുകളും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്